ഇന്നത്തെ വീഡിയോ ഞായറാഴ്ച ദിവസമുള്ള എൻ്റെ ഒരു വ്ളോഗ്, സ്റ്റഡി വ്ളോഗാണ്. അതായത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഞായറാഴ്ച ദിവസം പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ കണ്ടു നോക്കൂ, നിങ്ങൾക്കും യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. രാവിലെ ഞാനൊരു 5 മണിയാകുമ്പോഴാണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നേരെ തന്നെ ചോറ് വെക്കാനാണ് പോയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ ഓർമ്മയില്ലാതെ ചോറ് വെച്ചതാണ് കേട്ടോ. എന്നും ഹസ്ബൻഡ് പോകുമ്പോൾ നേരത്തെ കൊണ്ടുപോകണമായിരുന്നു. ഇന്ന് സൺഡേ ആണെന്നുള്ള കാര്യം ഞാൻ മറന്നു. അല്ലെങ്കിൽ രാവിലെ കുറച്ച് നേരം കൂടി കിടന്നിട്ടും ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ മറന്നതുകൊണ്ട് 5 മണിക്ക് എഴുന്നേറ്റ് ചോറെല്ലാം വെച്ച് ചായയെല്ലാം ഇട്ടിട്ട് പഠിക്കാനിരിക്കുകയാണ്. അതിനുശേഷം എനിക്കൊരു 8 മണി ആ സമയമായപ്പോഴാണ് കേട്ടോ, ആളെ എണീക്കാതായപ്പോഴാണ് ഇന്ന് സൺഡേ ആണ് എന്നുള്ള ആ ഒരു ഓർമ്മ വന്നത്. അപ്പം ഞാൻ പഠിക്കുന്നത് കമ്പനി ബോർഡ് LGSൻ്റെ റാങ്ക് ഫയലാണ് കേട്ടോ. ഈ ഒരു ഭാഗം കൂടി കഴിഞ്ഞാൽ ഈ റാങ്ക് ഫയൽ എൻ്റെ കംപ്ലീറ്റ് ആയി. ഇന്ന് ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടും ഉണ്ട്. ഇപ്പം ഈ ഇരുത്തത്തിൽ തന്നെ അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വല്ലാത്തൊരു സന്തോഷം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് നാളായി വാങ്ങിയിട്ട് ഇതിൻ്റെ റിവ്യൂ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വാങ്ങാൻ ഇഷ്ടമുള്ളവർ വാങ്ങിക്കോളൂ. പക്ഷെ മെയിൻസ് എത്തുമ്പോഴേക്കൊക്കെ നിങ്ങൾക്കിതൊരു ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രിലിംസിന് മുന്നേ കംപ്ലീറ്റ് ആക്കുക എന്ന് വെച്ചാൽ കുറച്ച് ടാസ്ക്കുള്ള കാര്യമാണ്. ഒരാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്രിലിംസിന് മുമ്പ് ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ളത്. പറ്റുമായിരിക്കാം, പക്ഷെ ഒരു ദിവസം ഒരു 20 പേജൊക്കെ ഇരുന്ന് പഠിക്കേണ്ട ആ ഒരു അത്രയും പഠിക്കേണ്ടി വരും. അപ്പോൾ അത് അങ്ങനെ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ മാത്രം പ്രിലിംസിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ട് പഠിച്ചോളൂ. അല്ലാത്തവർക്ക് പതുക്കെ പഠിച്ചു പോകുന്നവർക്ക് ഇനി ടൈം ഉണ്ടല്ലോ മെയിൻസിന്, അപ്പോൾ അങ്ങനെ പഠിക്കാം. നല്ല റാങ്ക് ഫയലാണ്. അതായത് മെയിൻ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, പ്രധാനപ്പെട്ട കാര്യങ്ങളേ ഉള്ളൂ, വാരി വലിച്ചിട്ടൊന്നുമില്ല. ഇതും SCRTയും കൂടി പഠിക്കുകയാണെങ്കിൽ LGSന് നമ്മൾ സെറ്റ് ആവും കേട്ടോ. പിന്നെ CAയും, അതായത് നമ്മുടെ കറണ്ട് അഫയേഴ്സ്, അത് മെയിനാണല്ലോ. പിന്നെ അപ്പോൾ അതും ഡെയിലി നോക്കുക, എഴുതിയിട്ടൊക്കെ പഠിക്കാം. അപ്പം അങ്ങനെ രാവിലെ ഞാൻ 1 മണിക്കൂർ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഒരു 6 മണി 6:15 ആകുമ്പോഴാണ് അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചോറും കറിക്കും ഉള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഈ ഒരു പണിയൊക്കെ കഴിയുന്നത് കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ആശ്വാസം കേട്ടോ. പിന്നെ നമ്മൾ അടിക്കൽ തുടയ്ക്കൽ അങ്ങനത്തെ ജോലികളൊക്കെ ഉള്ളൂ. അപ്പോൾ രാവിലെ ആ ഒരു അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഫുഡ് കഴിക്കുകയാണ്. ഇഡ്ഡലിയും സാമ്പാറായിരുന്നേ. അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇരിക്കില്ല കേട്ടോ. ഒരുപാട് റെസ്റ്റ് എടുക്കില്ല. ഞാൻ എടുക്കണം എന്നൊക്കെ തോന്നും, പക്ഷെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇരിക്കും. പിന്നെ ഫോണും നോക്കി ഇരിക്കും. അതുകൊണ്ട് ഞാൻ ആ ഒരു ഇരുത്തത്തിന് നിന്ന് കൊടുക്കാറില്ല. വേഗം തന്നെ അടിച്ച് തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ. ആ ഒരു പണിയും കൂടി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണികളെല്ലാം ഏകദേശം കഴിഞ്ഞ് അങ്ങനെ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിക്കാതിരിക്കുക. ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ പഠിക്കാതിരിക്കുകയെന്ന്. അപ്പോൾ അതുപോലെ തന്നെ പഠിക്കാൻ വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് പഠിക്കുക എന്നുള്ളതാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പം എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ട് അങ്ങനെ കഴിച്ചിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് മാത്സ് ആണ്. മാത്സിൻ്റെ PYQ ബുക്കിൽ നോക്കിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ആയി ഇപ്പോൾ മാത്സിന് കൂടുതൽ ടൈം കൊടുത്തിട്ടൊക്കെ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പ്രിലിംസൊക്കെ വരാൻ പോവല്ലേ. അതായത് പ്രിലിംസും, അതായത് ഡിഗ്രി പ്രിലിംസും 10th പ്രിലിംസും അതുപോലെ തന്നെ 10th മെയിൻസും വരുന്നുണ്ട്. 18-ാം തീയതി എനിക്ക് എക്സാം ഉണ്ട്. അപ്പോൾ ഞാൻ മാത്സൊക്കെ ഒന്നുകൂടി ഒന്ന് റീകളക്ട് ചെയ്തെടുക്കാം പഠിച്ചതൊക്കെ എന്ന് വിചാരിച്ചു. അതിനുശേഷം കുട്ടികൾക്ക് നല്ല മാങ്ങയൊക്കെ മുറിച്ച് അതിൽ ഉപ്പും മുളകും തേനൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാലഡ് പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ കുറച്ച് കഴിച്ച് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ ആ ഒരു പഠിത്തമൊക്കെ അവിടെ നിർത്തിയ ശേഷം മാത്സ് ഞാൻ 1-1.5 മണിക്കൂർ പഠിച്ചേ. അപ്പോൾ എനിക്ക് മടുത്തു കേട്ടോ. അതിന് ശേഷം വന്നിട്ട് പിന്നെ അടുക്കള ജോലികളെല്ലാം ചെയ്ത് ഉച്ചക്കലത്തെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ പഠിക്കാനിരിക്കുന്നത്. ഇത് പിന്നെ ഉച്ച സമയം 3 മണിയാണ് കേട്ടോ. 3 മണിക്കാണ് പിന്നെ ഞാൻ പഠിക്കാറുള്ളത്. അതുവരെയൊക്കെ കുറച്ച് വീഡിയോ ക്ലാസ്സൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ബുക്ക് എടുത്തിട്ട് പിന്നെ ഇരുന്നത് ഒരു 3 മണിക്കായിരുന്നു. റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും ഉറക്കം തോന്നുന്ന അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ സിറ്റ് ഔട്ടിൽ വന്ന് ഇരുന്നിട്ടാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ കുട്ടികളും അപ്പുറത്തുണ്ട്, TV കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ സൗണ്ട് കേൾക്കണോണ്ട് ഞാൻ വാതിലടച്ചിട്ട് പുറത്തിരുന്നിട്ട് പഠിക്കുകയാണ് കേട്ടോ. നല്ല ചൂടൊക്കെ ഉണ്ട്, എന്നാലും സാരമില്ല, ഉള്ളിൽ പോയിരുന്നാൽ ഉറങ്ങുന്നുള്ള ആ ഒരു ഇതുള്ളതുകൊണ്ട് ഞാൻ പുറത്ത് തന്നെ ഇരുന്ന് പഠിച്ചു. പിന്നെ ഇത് 10th ലെവൽ PYQ ബുക്കാണ്. ഇപ്പോൾ ഇതിൽ LGSൻ്റെയും അതുപോലെ LDCയുടെ എല്ലാം ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം ഞാൻ ആ ഒരു ഭാഗം നോക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ പ്രിലിംസ് എക്സാം വരുന്നു, മെയിൻസ് എക്സാം വരുന്നു. അപ്പോൾ പിന്നെ ഇതിലത്തെ ആ ഒരു ക്വസ്റ്റ്യൻസൊക്കെ റെഫർ ചെയ്യാമെന്ന് വേണ്ടിയിട്ടോ. പ്രത്യേകിച്ച് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഏതാ എക്സാം എന്ന് എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റോർ കീപ്പറാണ് കേട്ടോ. കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ സ്റ്റോർ കീപ്പർ എക്സാമാണ് എനിക്കുള്ളത്. അത് 18-ാം തീയതിയാണുള്ളത് കേട്ടോ. പിന്നെ 16-ാം തീയതി ഡിഗ്രി പ്രിലിംസിൻ്റെ സെക്കൻഡ് സ്റ്റേജും ഉണ്ട്.
അപ്പം ഞാൻ അതാണിപ്പോൾ മെയിനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ SCRT ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് എല്ലാം റിവിഷനാണ്. അപ്പോൾ SCRT എല്ലാം മുൻപ് പഠിച്ച ചാപ്റ്ററുകൾ ഞാൻ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു വൈകുന്നേരമൊക്കെയായി. ഞാൻ വൈകുന്നേരത്തെ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാനിരിക്കുന്നത് ഇതിപ്പോൾ രാത്രി ഒരു 7 മണിക്ക് ശേഷമുള്ളതാട്ടോ നിങ്ങൾ കാണുന്നത്. ഈ PYQ ബുക്കാണ്. ഇതിപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് പഠിക്കുകയല്ല, ഞാൻ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞ് അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ആളുടെ ഒന്നും വീഡിയോ ഒന്നും എടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊന്നും എടുത്തില്ല. പിന്നെ കുറച്ച് നേരം രാത്രി പുറത്തിരുന്ന് പഠിച്ച് സിറ്റൗട്ടിൽ. അത് കഴിഞ്ഞ ശേഷം രാത്രി കഴിക്കാനായിട്ട് നല്ല ഷവർമ ഉണ്ടായിരുന്നു. ഷവർമ വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാട്ടോ. പിന്നെ ഞാൻ വേറൊന്നും കഴിക്കാറില്ല. എന്തെങ്കിലും ഇതുപോലത്തെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇതായിരുന്നു എൻ്റെ രാത്രിയിലത്തെ ഫുഡ്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മോളിനെയൊക്കെ ഉറക്കി ഒരു 9:30 ആണ് ഞാൻ പിന്നെ പഠിക്കായിരുന്നത്. അപ്പോൾ 9:30 തൊട്ടിട്ട് ഒരു 10 വരെ കേട്ടോ. 10 മണി വരെ ഞാൻ കുറച്ച് ഈ PYQ ബുക്ക് നോക്കി. അതിന് ശേഷം കുറച്ച് മാത്സും വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് ഇംഗ്ലീഷും മാത്സൊക്കെ ഞാനിങ്ങനെ എഴുതി നോക്കി. എന്നിട്ട് എൻ്റെ ശരിയാണോ എന്നൊക്കെ നോക്കി. അപ്പോൾ കുഴപ്പമില്ല. മാത്സ് ചില ക്വസ്റ്റ്യൻസൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ആയി നോക്കിയിട്ട്. അതുകൊണ്ട് എങ്കിലും കുഴപ്പമില്ല, നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് സെറ്റാവും. അപ്പോൾ അത്രയും പഠിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. വീഡിയോ ക്ലാസ് ഒന്നും കാണാൻ നിന്നില്ല. ഇന്ന് നേരെ പോയി കിടക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ബൈ.